ഹായ് ഓൺ, ഇന്ന് നമ്മൾ ഈ ഒരു പുതിയ വീടിൻ്റെ കിച്ചണാണ് നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. ഫ്ലാറ്റ് റൂഫായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീടിൻ്റെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വീടിന് പെയിൻറ്റ് നൽകിയിരിക്കുന്നത്. 2200 സ്ക്വയർ ഫീറ്റിൽ 40 ലക്ഷത്തിനാണ് ഈ ഒരു വീട് മുഴുവനായിട്ടും ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഓപ്പൺ സിറ്റ് ഔട്ടായി നൽകിയിട്ടുള്ള ഈ ഒരു വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഒരു സൈഡിലായിട്ട് ചെടി വെക്കാനായിട്ടുള്ള ഏരിയ കൊടുത്തിട്ടുണ്ട്. ഷോവാളിലൊക്കെ ആയിട്ട് ഗ്രേ ഷെയ്ഡിലായിട്ടാണ് പെയിൻറ്റ് കൊടുത്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിൽ ഇവിടെ ആയിട്ടാണ് മെയിൻ ഡോർ നൽകിയിരിക്കുന്നത്. ഡോറിന് ബ്ലാക്ക് കളറിൽ ഹാൻഡിൽ കൊടുത്ത് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് വളരെ ഭംഗിയായിട്ടുള്ള വീടിൻ്റെ അകത്തളങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. എൽ ഷേപ്പിലായി ഗ്രേ ഷെയ്ഡിലായി സോഫ സെറ്റ് നൽകി സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ട് ടീ ടേബിളും കൊടുത്തിട്ടുണ്ട്. ഫ്ലോറിലായിട്ട് ഒരു ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന മാർബിളാണ് വിരിച്ചിട്ടുള്ളത്. ഈ ഒരു ലിവിങ് ഏരിയയിൽ ഒരു സൈഡിൽ വാളിലായിട്ട് പർഗോള ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. സിമ്പിളായ ജിപ്സം വർക്കിൽ പ്രൊഫൈൽ ലൈറ്റ്സും LED ലൈറ്റ്സും നൽകിയിട്ടാണ് സീലിംഗ് ചെയ്തിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലായി 2 ബെഡ്റൂം, മുകളിലായി 2 ബെഡ്റൂം, അങ്ങനെയാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വാൾ ഡെക്കോസോ കൊടുത്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഈ ഒരു ലിവിങ് ഏരിയയ്ക്ക് ഇവിടെ ആയിട്ട് വാളിൽ പർഗോള ഡിസൈൻ നൽകിയിട്ട് ഗ്ലാസ് കൊടുത്ത് LED ലൈറ്റ്സ് ആണ് ആ ഒരു ഭാഗത്തായിട്ട് നൽകിയിട്ടുള്ളത്. ലിവിങ്ങിൽ നിന്നും ഇവിടെ ഓപ്പൺ എൻട്രൻസ് ആയിട്ടാണ് ഡൈനിങ് ഹാളിലേക്ക് നമ്മൾ കടക്കുന്നത്. ഡൈനിങ് ഹാളിൽ ഇവിടെ ആയിട്ടാണ് TV യൂണിറ്റ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ലിവിങ്ങിൽ നിന്നും ഡൈനിങ് ഹാളിൽ നിന്നെല്ലാം കാണാൻ പറ്റുന്ന രീതിയിലാണ് TV ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു TV യൂണിറ്റിൻ്റെ ഒരു സൈഡിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കിച്ചണിൽ നിന്നായിട്ടാണ് ആ ഒരു ഓപ്പൺ സ്റ്റോറേജ് ഏരിയ വരുന്നത്. വാളിലായിട്ട് അവിടെ ഒരു ഓപ്പൺ ആക്സസും കൂടെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ഈ ഒരു ഷോക്കേസ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഡൈനിങ് ഹാളിലായിട്ട് മുകളിൽ സീലിംഗ് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. 8 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ അതിവിശാലമായിട്ടാണ് ഇവിടെ ടേബിളും ചെയറും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വിൻഡോക്കെല്ലാം റോമൻ ബ്ലൈൻഡ്സ് കൊടുത്ത് ഈ ഒരു ഹാള് അത്യാവശ്യം നല്ല സ്പേസിലായിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ഹാളിൽ നിന്ന് ഈ ഒരു TV യൂണിറ്റിൻ്റെ ഭാഗത്തായിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത്. സ്റ്റെയർ കേസിൻ്റെ ഹാൻഡിലൂടെ ജോയിൽ വുഡിൻ്റെ പെയിൻറ്റ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കേസിന് താഴെയായിട്ട് സ്റ്റോറേജ് യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റെയർ കേസിന് താഴെയായിട്ട് തന്നെയാണ് വാഷ് ബേസിൻ്റെ ഏരിയ നൽകിയിട്ടുള്ളത്. മിററിന് ബാക്ക് സൈഡിലായിട്ട് ലോവർ ഡിസൈൻ നൽകി ഗോൾഡൻ വൈറ്റ് ഷെയ്ഡിലായിട്ടാണ് ഇവിടെ വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് ആ ഒരു വാഷ് ബേസിൻ്റെ ഭാഗത്തായിട്ട് വിരിച്ചിരിക്കുന്നത്. ഈ ഒരു സ്റ്റെയർ കേസിലേക്ക് പോകുന്ന ഭാഗത്ത് ഇവിടെ ആയിട്ടാണ് കിച്ചൺ വരുന്നത്. കിച്ചണിനായിട്ട് വുഡ് ആൻഡ് ഗ്ലാസ് കോമ്പിനേഷനിലാണ് ഡോർ നൽകിയിരിക്കുന്നത്. ഡൈനിങ് ഹാളിൽ നിന്ന് ഇവിടെ ആയിട്ടൊരു എൻട്രൻസ് കൊടുത്തിട്ടാണ് 2 ബെഡ്റൂമിലേക്കുള്ള വഴി വരുന്നത്. ബെഡ്റൂമിലേക്ക് പോകുന്ന ആ ഒരു ഷോവാളിലായിട്ട് ടെക്സ്ചർ പെയിൻ്റ് ആട്ടോ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് വളരെ സിമ്പിളായിട്ടാണ് ഓരോ ബെഡ്റൂംസും ഒരുക്കിയിരിക്കുന്നത്. സീലിംഗ് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഡിസൈൻ ചെയ്ത് കോട്ടിന് ബാക്ക് സൈഡിലായിട്ട് വാൾപേപ്പറാണ് കൊടുത്തിരിക്കുന്നത്. കോട്ടിന് ഫ്രണ്ടിലായിട്ടാണ് ഇവിടെ വാർഡ്രോബ് നൽകിയിരിക്കുന്നത്. ബെഡ്റൂംസിലെല്ലാം അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീടിൻ്റെ ഫുൾ വീഡിയോ ഹോം ടൂർ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ വാച്ച് ചെയ്യാം കേട്ടോ. ഈ ഒരു ബെഡ്റൂമിൽ തന്നെ ഒരു അയൺ ടേബിളും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബെഡ്റൂമിലായിട്ട് ഹാങ്ങിങ് ലൈറ്റും അതുപോലെ വാൾ ഡെക്കോസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബെഡ്റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത്. ഡൈനിങ് ഹാളിൽ നിന്നും ബെഡ്റൂമിലേക്കുള്ള വ്യൂ ആട്ടോ ഇത്. ഈ ഒരു ബെഡ്റൂംസിനെല്ലാം ഇവിടെ റെഡിമെയ്ഡ് ഡോറാണ് കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂം ഓപ്പൺ ചെയ്ത് ബെഡ്റൂമെല്ലാം 360, 330 സൈസിലാണ് ചെയ്തിരിക്കുന്നത്. റെഡിമെയ്ഡ് കോട്ട് നൽകി ഇവിടെ ഒരു സൈഡിലായിട്ട് സൈഡ് ടേബിളും നൽകിയിട്ടുണ്ട്. ഇവിടെ ആയിട്ടും സീലിംഗ് സിമ്പിളായി ചെയ്ത് ഹാങ്ങിങ് ലൈറ്റ്സും LED ലൈറ്റ്സും പ്രൊഫൈൽ ലൈറ്റ്സും കൊടുത്താണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു സൈഡിൽ വാളിലായിട്ട് ഇവിടെ ടെക്സ്ചർ പെയിൻ്റ് ആണ് നൽകിയിരിക്കുന്നത്. കോട്ടിന് ഫ്രണ്ടിലായിട്ട് മൾട്ടിവുഡിലായിട്ടാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലായിട്ടാണ് ഇവിടെ വാർഡ്രോബ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിന് മാച്ച് ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂമിൽ ടൈല് വിരിച്ചിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നേരെ നമ്മൾ ഡൈനിങ് ഹാളിലേക്കാണ് എത്തുന്നത്. ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്നും സ്റ്റെയർ കേസിൻ്റെ ഇവിടെ ആയിട്ടാണ് കിച്ചൻ്റെ ഡോർ വരുന്നത്. വുഡ് ആൻഡ് ഗ്ലാസ് കോമ്പിനേഷനിലാണ് കിച്ചൻ്റെ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഹാഫിലായിട്ട് ഗ്ലാസ് നൽകി ബാക്കി മുഴുവനായിട്ടും വുഡിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കിച്ചൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് L ഷേപ്പിലായിട്ടാണ് ഇവിടെ സ്ലാബ് നൽകിയിട്ടുള്ളത്. ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് കിച്ചണിൽ കബോർഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സ്റ്റോറേജിന് പ്രാധാന്യം നൽകി വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. 310, 390 കിച്ചൻ്റെ സൈസ് വരുന്നത്. ഷോ കിച്ചണിൽ നിന്നും ഡൈനിങ് ഹാളിലേക്ക് വരുന്ന ഓപ്പൺ ആക്സസ് ഏരിയ ആയിട്ടും ഷോ പീസ് വെക്കാൻ പറ്റുന്ന രീതിയിലും ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഏരിയ ആട്ടോ ഇത്. അപ്പർ ക്യാബിനറ്റ് ആയിട്ടും സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. അതുപോലെ കബോർഡിന് താഴെയായിട്ടും സ്റ്റോറേജ് നൽകിയിട്ടുണ്ട്. ഈ ഒരു കിച്ചണിൽ മുകളിൽ മുഴുവനായിട്ടും കബോർഡ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്.
ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന തൊട്ടടുത്തായിട്ടാണ് ഫ്രിഡ്ജിനായിട്ടുള്ള സ്പേസ് നൽകിയിട്ടുള്ളത്. ഫ്രിഡ്ജിനോട് ചേർന്ന് ലെങ്ത്തിലായിട്ട് ഗ്ലാസ്സിലായിട്ടുള്ള കബോർഡ്സും കൂടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റോർ റൂമായിട്ട് സെപ്പറേറ്റ് ചെയ്യാതെ സ്റ്റോറേജിന് പ്രാധാന്യം നൽകി വളരെ മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി കിച്ചൺ ആട്ടോ ഇത്. അതുപോലെ ഈ ഒരു കിച്ചൺ മുഴുവനായിട്ടും അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സ്റ്റോറേജ് യൂണിറ്റിനോട് ചേർന്ന് ഇവിടെയായിട്ട് വാഷിംഗ് മെഷീനും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കിച്ചണിൽ സിങ്കിനോട് ചേർന്ന് വരുന്ന ആ ഒരു വോളിലായിട്ട് 3 വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു കിച്ചണിൽ തന്നെയാണ് ഓവനും സെറ്റ് ചെയ്തിട്ടുള്ളത്. വുഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് അപ്പർ ക്യാബിനറ്റ് ഇവിടെ ചെയ്തിട്ടുള്ളത്. കൗണ്ടർ ടോപ്പിന് മുകളിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബാണ് വിരിച്ചിട്ടുള്ളത്. കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടുള്ള കബോർഡ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതുപോലെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കാം. എനിക്കറിയാവുന്ന കാര്യങ്ങളാണ്, തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതാണ്. ഈ ഒരു കബോർഡിന് മാച്ച് ആയിട്ടാണ് കിച്ചണിൽ ടൈല് വിരിച്ചിട്ടുള്ളത്. ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ഗ്ലോസി ടൈലാണ് കിച്ചണിൻ്റെ വാളിൽ മുഴുവനായിട്ടും വിരിച്ചിട്ടുള്ളത്. ബെഡ്റൂമിന് നൽകിയിട്ടുള്ള സെയിം ഡിസൈനിലുള്ള ഡോറാണ് ഈ ഒരു ഷോ കിച്ചണിൽ നിന്നും വർക്കിംഗ് കിച്ചണിലോട്ട് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു വർക്കിംഗ് കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്നതിന് വേണ്ടിയിട്ട് തന്നെ കിച്ചണിലായിട്ട് വാളിൽ ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആയിട്ടാണ് ഗ്യാസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കൗണ്ടർ ടോപ്പിലായിട്ട് സ്ലാബിൽ മാർബിളാണ് വിരിച്ചിട്ടുള്ളത്. ഈ ഒരു കോർണറിലായിട്ടാണ് വിറകടുപ്പ് നൽകിയിട്ടുള്ളത്. വിറകടുപ്പിന് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് വരുന്ന വാളിൽ ഇതുപോലെ ഗ്ലാസ് നൽകിയിട്ട് സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. 210-390 ഈ ഒരു വർക്കിംഗ് കിച്ചണിൻ്റെ സൈസ് വരുന്നത്. വിറകടുപ്പിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് കൗണ്ടർ ടോപ്പിൽ ഗ്രാനൈറ്റാണ് വിരിച്ചിട്ടുള്ളത്. ഇവിടെ ആയിട്ടും വാളിൽ ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ടൈല് വിരിച്ചിട്ടുള്ളത്. വിറകടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട്. വിറകടുപ്പിനോട് ചേർന്നാണ് സിങ്ക് കൊടുത്തിട്ടുള്ളത്. സിങ്കിൻ്റെ ആ ഒരു ഭാഗത്ത് ഗ്രില്ലിലായിട്ട് പാത്രം വെക്കാനുള്ള സ്റ്റാൻഡും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്ലാബ് വറുത്തിട്ടാണ് ഈ ഒരു കിച്ചണും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് അലൂമിനിയം ഫാബ്രിക്കേഷനിൽ ചെയ്തിട്ടുള്ള ഈ ഒരു കിച്ചൺ ഉൾപ്പെടെയാണ് ഇൻറ്റീരിയറിന് ഈ ഒരു വീട് മുഴുവൻ 3,50,000 രൂപ വന്നിട്ടുള്ളത്. കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടുള്ള കബോർഡ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ ഒരു വീടിൻ്റെ പ്ലാൻ ഈ ഒരു വീഡിയോയിൽ ലാസ്റ്റ് ഉൾപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു വർക്കിംഗ് കിച്ചണിൽ ഇവിടെ ആയിട്ടാണ് ബാക്ക് സൈഡിലേക്കുള്ള ഡോറ് നൽകിയിട്ടുള്ളത്. ബാക്ക് സൈഡ് ഓപ്പൺ ചെയ്ത് അവിടെയായിട്ട് സ്റ്റെപ്പ് നൽകിയിട്ടുണ്ട്. മുറ്റത്തായിട്ട് മെറ്റൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഉപകാരമാവുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുതേ. താങ്ക്